ഹേയ്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ എക്സ്പീരിയൻസ് ഉണ്ട് എന്നറിഞ്ഞുകൂടാ. എനിക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ എന്തിനെങ്കിലും പോകുമ്പോൾ സന്തോഷം കാരണം നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കും. ഒരു വെഡ്ഡിങ്ങിന് പോയാൽ നമ്മൾ ബ്രൈഡിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രൂമിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എടുക്കും. നമ്മളൊരു പിക്നിക്കിന് പോയാൽ യു ഗോയിങ് ടു എ സീഷോറിൻ്റെ അടുത്തിരിക്കുന്ന ഫോട്ടോസ് എടുക്കും. വി ഓൾ ടേക്ക് പിക്ചേഴ്സ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഇതെടുക്കുന്നത് നമ്മളുടെ സന്തോഷത്തിനാണ്. നിങ്ങളെക്കാളേറെ ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വെൻ ഐ ഗോ ടു എ വെഡിങ് ആൻഡ് ടേക്ക് എ പിക്ചർ വിത്ത് എ ബ്രൈഡ് ആൻഡ് ഗ്രൂം, അവരുടെ സൗന്ദര്യം ഒപ്പിയെടുക്കാനല്ല ഞാൻ നോക്കുന്നത്. അവരുടെ കൂടെ ഞാനും കൂടെ നിൽക്കുന്ന എന്നെയും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറിലാണ് എനിക്ക് താല്പര്യം. പിന്നെ ആ പിക്ചറിൽ ഒരുപാട് പേര് വന്നാൽ എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് കൂടെ ഒരുപാട് പേര് വന്നാലോ ഫോട്ടോ ബോംബ് ചെയ്താലോ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ആകെ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം എന്നോട് പേഴ്സണലി വന്ന് പറയണം ഇത് പോസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ എടുത്ത ഫോട്ടോസ് നിങ്ങൾ ചെക്ക് ചെയ്യുക ആദ്യം തന്നെ. എന്നിട്ട് ഇതിടരുതെന്ന് ആദ്യമേ പറയണം. ബിക്കോസ് ഐ പോസ്റ്റ് മൈ ഫോട്ടോസ്. ഞാൻ ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എനിക്ക് വെറുതെ നോക്കിയിരിക്കാനല്ല. ഐ ലൈക്ക് പോസ്റ്റിംഗ് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ. പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, നെഗറ്റീവ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എൻ്റെ ഒരു ഹാപ്പിനെസ്, എൻ്റെ ഒരു സന്തോഷം. ആൻഡ് ഐ ടാഗ് മൈ ഫ്രണ്ട്സ് ഓൾസോ. ഇഫ് യു ഹാവ് എ പ്രോബ്ലം വിത്ത് എനിത്തിങ്, ജസ്റ്റ് ലെറ്റ് മീ നോ ബിഫോർ ഹാൻഡ്. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു 100 ഫോട്ടോ വരെ എടുത്ത് തരാം. പക്ഷേ യു ഷുഡ് ടെൽ മീ ഇത് ശരിയായില്ല. ആൻഡ് ഫൈനലി 101ാമത്തെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം ഇത് കൊള്ളാം, ഇത് പോസ്റ്റ് ചെയ്തു. ഇത്രയേറെ ഫോട്ടോസൊക്കെ എടുത്ത് അവസാനം നമ്മളിതൊരു റീലാക്കി അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ ആക്കി പോസ്റ്റ് ചെയ്ത് ഒരുപാട് ലൈക്സ്, ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കിട്ടുമ്പോഴായിരിക്കും ചിലർ ഇടയിൽ കയറി വരുന്നത്. മാം, അതൊന്ന് ഡിലീറ്റ് ചെയ്യാമോ? കാരണം അതിൽ എൻ്റെ വയറ് കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ ടാറ്റു കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ഒട്ടും കൊള്ളില്ല, അല്ലെങ്കിൽ അതിൽ ഞാനൊരു പേക്കോലമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ബിസി പേഴ്സണാണ്. ഞാൻ വലിയ ക്യാമറ പേഴ്സണൊന്നും അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഐഫോൺസ് ഉണ്ട്. എനിക്ക് പറയാൻ ഒരു മടിയില്ല. എൻ്റെ കയ്യിൽ ഐഫോണൊന്നുമില്ല, സാധാരണ ആൻഡ്രോയിഡാണ്. അതിൽ വെച്ച് കഷ്ടപ്പെട്ട് പടവും എടുത്ത് ഫിൽറ്ററും ഇട്ട് പറ്റാവുന്ന പോലെ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാനൊന്നും ആരുമില്ല. പക്ഷേ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരാരും മണ്ടന്മാരൊന്നുമല്ല. അവരൊക്കെ ഇതാരാണ് ഈ ക്യാമറ ഉപയോഗിക്കാൻ അറിയാത്ത തള്ള എന്ന് പറഞ്ഞ് വരുന്നതല്ല. എൻ്റെ കോണ്ടൻറ്റിൽ കാമ്പുള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. ഈ വരുന്നതിൽ ഒരുപാട് പേര് ചിലപ്പോൾ നമ്മുടെ കഴുത്തോ, ചിലപ്പോൾ മിക്കവാറും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഡാൻസ് വീഡിയോസ് അത് വിത്ത് സാരി ആണെങ്കിൽ ചിലപ്പോൾ കഴുത്തോ ക്ലീവേജോ വയറോ, എനിക്ക് നല്ല വണ്ണമുണ്ട് അതുകൊണ്ട് വയറൊക്കെ നല്ലോണം കാണും. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ചിലർക്ക് അമ്മച്ചിയുടെ വയർ, നിങ്ങളാരും അമ്മച്ചിമാരുടെ വയറ് കണ്ടിട്ടില്ലേ? കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ചിലർ വരും. പക്ഷേ നമ്മൾ സന്തോഷത്തോടെ നേരെയില്ലാത്ത നേരത്തെ, ഞാനൊരു ബിസി പേഴ്സണാണ്. ഒരു റീലൊക്കെ ഇട്ട് അതിന് ശേഷം നെഗറ്റീവ് പറഞ്ഞോ, ഇഷ്ടംപോലെ പറഞ്ഞോ, കൊള്ളൂല്ല, ഇതിൽ മാം തടിച്ചിരിക്കുന്നു. ഞാൻ തടിച്ചായിരിക്കുന്നേ, ഞാൻ ഫാഷൻ മോഡലൊന്നും അല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്ലസ് സൈസ് 3XL ഫാഷൻ മോഡൽ ആവാനാണെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷേ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതിൽ കൊള്ളാം, എൻ്റെ കൂടെ നിൽക്കുന്നവർ കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, ക്യാമറ വലിയ വൃത്തിയേടില്ല എന്നോർത്ത് പോസ്റ്റ് ചെയ്യുന്ന പിക്സ്, അതെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസും കമൻസൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് സങ്കടമാണ്. ക്യാമറ ഫോട്ടോ എടുക്കാനുള്ള ഞാൻ എടുക്കുന്നത് കുറച്ച് പോസ്റ്റ് ചെയ്യാനുമാണ്. നിങ്ങൾക്കാർക്കും നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണത് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് ആദ്യമേ വന്ന് പറയണം. പിന്നെ ക്യാമറയിൽ കൂടെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിൽറ്റർ കുറേ ഇടാൻ പറ്റും. പിന്നെ ക്യാമറ ആംഗിൾസ് അറിയാവുന്ന ഒരാൾക്ക് നല്ലോണം നമ്മളെ മെലിഞ്ഞോ ഇത്തിരി വണ്ണമുള്ളത് പോലെയൊക്കെ ഫോട്ടോ എടുപ്പിച്ച് തരാം. എനിക്കാവുന്ന അറിഞ്ഞൂടെ. നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിന് ഇത്ര നെഗറ്റീവ് പറയാൻ വരല്ലേ. പിന്നെ നിങ്ങളുടെ വീട്ടുകാർ സീൻ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് നിങ്ങൾ ആ വേഷം ഇടുന്ന ഇഷ്ടമല്ല, യുവർ ഹസ്ബൻഡ് ഡസൻ ലൈക്ക് ഇറ്റ്, അത് ആദ്യമേ എന്നെ ഇൻഫോം ചെയ്യണം. മാം, ഞാൻ സൂട്ട് ഇട്ടാണ് വരാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലോട്ട്, എൻ്റെ ഹസ്ബൻഡ് ഇത് അറിയരുത്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പൂളിലെ ഫോട്ടോ എടുത്തോളാം. പൂളിലിങ്ങനെ തത്തി കളിക്കുന്ന ട്യൂബ്സിൻ്റെ ഫോട്ടോ എടുത്താലും ഇതൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് സന്തോഷം. പൂളിൻ്റെ അറ്റത്ത് പോയിരുന്ന് ഞാനൊരു സെൽഫി എടുക്കും. ബട്ട് യു ഷുഡ് ടെൽ മീ ബിഫോർ ഹാൻഡ്. നമ്മൾ പൂളിലൊക്കെ കളിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ ഒബ്വിയസ്ലി നമ്മളാരും പർദ്ദയിട്ട് പൂളിൽ ഇറങ്ങില്ലല്ലോ. സം ബോഡി പാർട്ട് മൈറ്റ് ഷോ. പിന്നെ അത് സൂം ചെയ്ത് നോക്കി ജഡ്ജ് ചെയ്യാനുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, സോറി ടു സേ, ലൈഫ് ഇസ് ടഫ്. അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഡോണ്ട് ഇറിറ്റേറ്റ് അതേഴ്സ്. അവരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തരുത്. താങ്ക് യു.